ഒട്ടും ആർട്ടിഫിഷ്യൽ അല്ലാത്ത ഇൻട്രോ എന്ത് ചെയ്യണം എന്ന് പറയുമ്പോ അവളുടെ ഐഡിയ ആയിരുന്നു ഞാൻ ഡോറ് തുറക്കാം പുറത്തുനിന്ന് വന്നോ എന്നൊക്കെ പറഞ്ഞു. ഒട്ടും ആർട്ടിഫിഷ്യൽ അല്ലായിരുന്നു. അപ്പൊ വെൽക്കം ബാക്ക് ടു ആ യൂട്യൂബ് ചാനൽ. ആ യൂട്യൂബ് ചാനൽ എന്ന് പറയാൻ കാരണം ഇത് ഞങ്ങളുടെ രണ്ടുപേരുടെയും യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ കണ്ടേക്കാം. ഭയങ്കര ഐഡിയ ആയിരുന്നു കേട്ടോ, കൊള്ളാം. എനിവേ ഇതുപോലത്തെ ഒരു ഇൻട്രോ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ബൈ ദ വൈ നമ്മള് പരിചയപ്പെടുത്തിയില്ല. ഐഷൂസ് ട്രൈ മൈ കിച്ചണില് ആദ്യമായിട്ടാണ്. ഇതാണ് ഐഷു. അപ്പൊ ഞങ്ങൾ വേണ്ടി വന്നു നിങ്ങൾക്ക് ആ കരങ്ങളുടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ കരങ്ങളുടെ മുഖം കാണാൻ വേണ്ടി. ഇതായിരുന്നു ഐഷൂസ് ട്രൈ മൈ കിച്ചണിലെ ഐഷു. അപ്പൊ ഞങ്ങൾ 3 പേരും കസിൻസ് ആണ്. ഇത് മാധവി, കുക്കൂന്ന് ഞാൻ വിളിക്കും, ദുർഗ ഇവരെന്നെ കിങ്ങിണിന്ന് വിളിക്കും, ഇത് ഐശ്വര്യ, ഞങ്ങൾ ആച്ചി എന്ന് വിളിക്കും. അപ്പൊ ഇന്നത്തെ ഒരു ഞങ്ങൾ 3 പേരും കൂടെ കൂടുന്ന ഒരു ദിവസം. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് കുക്കിംഗ് വീഡിയോസും അങ്ങനെ എല്ലാം കൂടി നമ്മളൊന്നും പ്ലാൻഡ് അല്ല, പക്ഷെ എന്തൊക്കെയാണോ ഞങ്ങൾ ചെയ്യുന്നത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാൻ വേണ്ടി പറ്റും. അപ്പം അപ്പം അപ്പൊ എന്താ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. എന്ത് സ്റ്റാർട്ട് ചെയ്യും? അതെ, ഭയങ്കര. ഇന്ന് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഈ വീഡിയോ കുറച്ച് ക്രിഞ്ചായിരിക്കും. അയ്യോ അങ്ങനെ പറയരുതടാ. പക്ഷെ എന്റെ ഒരു അഭിപ്രായം എന്താന്ന് വെച്ചാൽ നീ ഇനി കരങ്ങൾ മാത്രം കാണിച്ചാൽ മതി, മുഖം കാണിക്കാത്തതാണ് നിനക്ക് നല്ലത്. ഓക്കെ, അപ്പൊ ലെറ്റ്സ് ഹാവ് ഫൺ. ഓക്കെ, അപ്പം കുറച്ച് ക്രിഞ്ചായിരിക്കും, കുറച്ച് ലാഗ് ഉണ്ടാവും, കുറച്ച് ഡ്രാമ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. കാരണം ഞങ്ങൾ 3 പേരും കൂടെ കൂടുമ്പോ ഇങ്ങനെയൊക്കെയാണ് നടക്കാറ്. ഓക്കെ, അപ്പൊ പിന്നെ ആദ്യം ഞങ്ങൾ പോയി ഭക്ഷണം ഉണ്ടാക്കട്ടെ. ഉച്ചക്ക് ഞാൻ ഇവരുടെ അടുത്ത് ഉച്ചക്ക് വരാം, അല്ല ഞാൻ രാവിലെ എത്തും, ഒന്നിച്ച് വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ ഓൾമോസ്റ്റ് ഇവര് കറിയൊക്കെ 2 പേരും കൂടെ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് സമയത്തിന് എത്താൻ പറ്റില്ല. ഞാൻ ഭക്ഷണം കഴിക്കാറായി ഇപ്പൊ സമയം. റൈസ് ആയിട്ടില്ലല്ലോ, ഗീ റൈസ് ഉണ്ടാക്കാം. അല്ല നീ ഉണ്ടാക്കി, ഞാൻ സഹായിക്കാം. ഞാൻ നിനക്ക് പാത്രം കഴുകി തരുമെന്ന്. പിന്നെ നിനക്ക് ഞാൻ അരിയേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തു തരും. എന്റെ കോൺട്രിബ്യൂഷൻ ഇല്ലാന്ന് അവർ വിചാരിക്കരുതല്ലോ, ഞാൻ എന്തെങ്കിലും ചെയ്യും. അതെ, ഓക്കെ, ശരി. അപ്പൊ വാ പോയി കുക്ക് ചെയ്യാം. അടുപ്പത്തെ സാധനം ഇരിക്കുന്നു. അങ്ങനെയല്ല, ഇങ്ങനെ ഇങ്ങോട്ട് വന്നാൽ മതിയേ. സെർവ് ചെയ്യുന്ന സമയത്ത് പനീർ ബട്ടർ മസാല ഫ്രം ഐഷൂസ് കിച്ചൺ. No, ഐഷൂസ് കിച്ചൺ. സോറി, റെസിപ്പി ഇവിടുത്തെ ഐഷൂസ് കിച്ചൺ. കിച്ചൺ കുക്കുവിന്റെ ആണെങ്കിലും റെസിപ്പി ഐഷൂസ് കിച്ചന്റെ ആണ്. ഉണ്ടാക്കിയത് ഞാനാട്ടോ. ഐഷൂസ് കിച്ചന്റെ ഫേസ് ആണ് ഇത്. റിവീലിംഗ് ഐഷൂസ് കിച്ചന്റെ ഫേസ് ആണത്. ഇതുവരെ കൈ മാത്രം കണ്ടുള്ളൂ. ഓക്കെ, പനീർ ബട്ടർ മസാല റെഡി. ഞാനും കൂടെ. അയ്യോ, കുക്കൂന്റെ അടുക്കളയിലെ നെയ്ച്ചോറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. 5 കപ്പ് മതിയാവൂലേ സായി കൃഷ്ണപ്പി? തികയോ? ില്ലേ 6 7 7 ആയേ 8 9 10. Few moments later. നമുക്ക് വേറെ പാത്രത്തിലാക്കാം. ടീച്ചർ മാത്തമാറ്റിക്സാ? അല്ലടാ, ഞാൻ ബയോളജിയാ. അല്ലാതല്ലേ ഞാൻ വീക്കാ. അതല്ലേ ഞാൻ കയ്യോണ്ട് പഠിച്ചത്. എത്ര വെള്ളത്തിന്റെ അളവായിരിക്കും? അയ്യോ,
നമുക്കില്ലേ, നമുക്ക് ചോറ് തിന്നു കഴിഞ്ഞാല് ബീക്ക് ലാബ്, ആക്ച്വലി കുക്കുന് ബീക്ക് ലാബ് എന്ന് പറഞ്ഞിട്ട് അവളൊരു ബിസിനസ് ഉണ്ട് ഓൺലൈനായിട്ട്. ബ്രൗണീസും കേക്കൊക്കെ ഇല്ലടാ, എല്ലാം ഉണ്ടാക്കി. ബ്രൗണി ടപ്സ്, ബ്രൗണി സ്നാപ്സ്, ആ പറഞ്ഞ സാധനങ്ങളൊക്കെ എന്നെ കാണാൻ വരുന്ന സമയത്തൊക്കെ ഞങ്ങൾക്ക് നല്ല ബ്രൗണി ബ്രൗണോ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഞാൻ അന്നൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അപ്പം ഞാൻ കഴിച്ചതിൽ ഞാൻ ഒരു കഴിച്ച ബ്രൗണീസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്, സത്യം ജെന്യൂൻ ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഇവിടെ ഉണ്ടാക്കിയതാണ്. എനിക്ക് അവളുടെ മുമ്പെന്ന് പറയുമ്പോൾ അവളുടെ മുമ്പെന്ന് പറയുമ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടെങ്കിലും സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ കഴിച്ച ബ്രൗണികളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവളുണ്ടാക്കിയ ബ്രൗണിയാണ്. എടാ ബ്രൗണിയുടെ റെസിപ്പി ഷെയർ ചെയ്യൂല. ഷെയർ ചെയ്യണം പ്ലീസ്. ഇല്ലല്ല, ബ്രൗണിന്റെ റെസിപ്പി സീക്രട്ട് റെസിപ്പി. അതുപോലെ എന്നാ കുറച്ചെന്തെങ്കിലും മാറ്റി ബാക്കിയില്ല. ഓക്കെ, സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ഞാൻ തരാം. നമുക്ക് ഇത് എനിക്കൊക്കെ ഒരുപാട് പണിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു കൂട്ടം. അപ്പം എന്നാലും ഈസി ആയിട്ട് ബ്രൗണി ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ളത് ഓക്കെ, ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിന്റെ സ്പെഷ്യൽ സാധനത്തിന്റെ റെസിപ്പി വേണ്ട, പക്ഷെ എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന. അങ്ങനെ സ്പെഷ്യൽ ഒന്നല്ല, എല്ലാ ബ്രൗണി ഏകദേശം സെയിം റെസിപ്പിയാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യും. അത് പറഞ്ഞു തരണ്ട, അല്ലാത്തതൊക്കെ പറഞ്ഞു തരാമല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് എന്തായാലും ഞങ്ങൾ വരുന്ന സമയത്ത് അവളോട് ബ്രൗണി ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട്, അപ്പൊ നമുക്ക് ഇന്ന് അതും കൂടെ ഒന്ന് ഞങ്ങളുടെ ഓഡിയൻസിന് വേണ്ടി കുക്കു മാഡം ബ്രൗണി ഉണ്ടാക്കാം. ഇതുണ്ടാക്കണോ? കപ്പ് കേക്സ് ഉണ്ടല്ലേ? സമയം ഉണ്ടെങ്കിൽ നോക്കാം. വേണ്ട, ഏത് വന്നു ഓക്കെ. ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ചേച്ചിമാരുണ്ട് വീട്ടിൽ വരാം കുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ട് നോക്കി ഈ അടുക്കളയിൽ ആരുമില്ല. നേരത്തെ കുറെ ഇതൊക്കെ ഈ വീഡിയോ ഉണ്ടാവും കേട്ടോ. അതിലൊന്നും ഉള്ളിയരിയുന്നതൊക്കെ ഈ വീഡിയോയിൽ ഉണ്ടാവും. പക്ഷെ സത്യം എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രം അവിടെ പണിയെടുക്കുന്നത്. ഒരു പനീർ ബട്ടർ മസാല ഉണ്ടാക്കി ഒരു ചേച്ചി പോയി, 2 ഉള്ളി അരിഞ്ഞിട്ട് വേറൊരു ചേച്ചി പോയി. ഇപ്പൊ ഇവിടെ ആരുമില്ല. എന്തായാലും വേണം അച്ചറയോ അല്ലെങ്കിൽ അമ്മ മദറിലെ ഞാൻ പോയിട്ട് കൊച്ചിന്റെ അടുത്ത് അല്ലാതെ ഞാൻ എസ്കേപ്പ് ആവുന്നതല്ല. അതെ, മദറിന്റെ കൂടെ ഉള്ളവരും കൂടെ വന്നേ. ഫുൾ ഉടായിപ്പടാ, ഫുൾ ഉടായിപ്പ അവര്. ഇവിടുന്ന് ഞാൻ ഷൂട്ട് എടുത്തിട്ട് എനിക്ക് വയ്യാട്ടോ. അപ്പഴേ പറഞ്ഞത് സായിട്ടിനോട് പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിയാൽ മതിയെന്ന്. അപ്പൊ ഐഡിയ കുക്ക് ചെയ്യാന്ന് നോക്ക്. കുക്കൂസ് വ്ലോഗാണല്ലോ. കുക്കൂസ് വ്ലോഗാണ്. എന്തായി വറവറവർത്തെടുക്കുകയാണ്. പ്രത്യേക നേച്ചറാട്ടോ. നേച്ചറിലൊക്കെ വെള്ളം വരുമ്പോൾ ആ നേച്ചറിന്റെ ആരും തുടുതുടുപ്പുണ്ടോ? ചാടി നിൽക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ചോറൊക്കെ കഴിച്ചു. ആ സമയത്ത് പിന്നെ വിശന്നിരിക്കുന്നതിനെ കൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. പക്ഷെ നല്ല അടിപൊളി ഫുഡായിരുന്നു. അവളുടെ ചിക്കൻ കറി, നെയ്ച്ചോറ്, ഇവിടെ ഐഷൂസ് ട്രൈ മൈ കിച്ചന്റെ സ്പെഷ്യൽ പനീർ ബട്ടർ മസാല. രണ്ടും അടിപൊളിയായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. ഞാൻ ജസ്റ്റ് പാത്രം കഴുകി കൊടുക്കുക, കട്ടിങ്, ക്ലീനിങ്, അതായിരുന്നു എന്റെ ജോബ്. കാരണം എനിക്ക് കുട്ടിയുണ്ടല്ലോ. അപ്പൊ അത് കഴിഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബ്രൗണി ഉണ്ടാക്കാൻ പോവാണ്. ദ ബേക്ക് ലാബിന്റെ ബ്രൗണി. ബേക്ക് ലാബിന്റെ മുതലാളി ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ അവള് പറയുന്നത് അവളുടെ ബേക്ക് ലാബിൽ നിങ്ങൾക്ക് അവളുടെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള കുറെ ബ്രൗണീസിന്റെ കളക്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് ദ ബേക്ക് ലാബ് എന്ന് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ പോയിട്ടുണ്ടെങ്കിൽ കിട്ടും. കാലിക്കറ്റിലാണ്. ഞാൻ അത് മുമ്പ് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. കാലിക്കറ്റിൽ നല്ല ബ്രൗണീസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കോണ്ടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ. അപ്പം ഇപ്പൊ നമുക്ക് വേണ്ടി, അതായത് നമ്മളെ പോലെയുള്ള ആൾക്കാരുണ്ടല്ലോ അവർക്ക്, അതായത് ഇവളെ പോലെ വലിയ ബേക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങനൊന്നും നടക്കില്ല. നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ബേക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള
ചെറിയൊരു ബ്രൗണി അല്ല, എന്ത് ബ്രൗണിയാ? സാധാ ബ്രൗണി, നോർമൽ ബ്രൗണി, ഒരു നോർമൽ ബ്രൗണി. ഇതല്ലാത്ത ആളുടെ കയ്യിൽ വേറെ കുറേ സാധനം ഉണ്ട്, പക്ഷെ അവൾ റെസിപ്പി പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞു. അതെ, അതൊരു ട്രേഡ് സീക്രട്ട് ആണല്ലോ. അതെ, അത് ട്രൈ ചെയ്യണമെങ്കിൽ എന്തായാലും ഇൻസ്റ്റേ കയറിയിട്ട് ഓർഡർ ഓർഡർ ചെയ്താൽ മതി. അപ്പൊ ഇപ്പൊ നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരു ബ്രൗണിന്റെ ബ്രൗണി. അതിനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓരോന്നോരോന്നായിട്ട് ബേക്ക് ലാബ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. അപ്പൊ ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം. ബ്രൗണി ഉണ്ടാക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സാധനമാണ് എന്ത്? ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ്, പിന്നെ ബട്ടർ. ഇതാണ് നമ്മളെ ബ്രൗണീൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, ഡാർക്ക് കോമ്പൗണ്ടും ബട്ടറും. ഓക്കെ, ഡാർക്ക് ചോക്ലേറ്റ് അല്ലേ ഇത് വരുന്നത്? ആ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ്. നോർമൽ ഈ കമ്പനിന്റെ ഒക്കെ വാങ്ങാൻ അങ്ങനെയൊന്നുമില്ല. നല്ല നമ്മളിപ്പം ബേക്കിങ്ങിന്റെ ഐറ്റംസ് ഒക്കെ കിട്ടും. ഞാൻ ഫ്ലേവർ മാർട്ട് അവിടെ നിന്നൊക്കെയാണ് വാങ്ങിക്കാറ്. അല്ലെങ്കിൽ ഇതല്ലെങ്കിൽ നമുക്ക് ചോക്കോ ചിപ്സ് കിട്ടും, ഡാർക്ക് കോമ്പൗണ്ടിന്റെ ചോക്കോ ചിപ്സ്, അതും യൂസ് ചെയ്യാം. അത് കുറച്ചും കൂടി നല്ലതാണ്. ഞാൻ അതാണ് യൂസ് ചെയ്തത്, ഇപ്പം അത് തീർന്നു പോയി. അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ബ്രൗണി കുറച്ചും കൂടി ചോക്ലേറ്റി അല്ലെങ്കിൽ ബ്രൗൺ കളർ, ഇപ്പം ന്യൂട്രലിന്റെ ഒക്കെ കളർ കണ്ടില്ലേ, ന്യൂട്രലിന്റെ ഒക്കെ കളർ ആവണമെങ്കിൽ നമുക്ക് ഇതിന്റെ കൂടെ എന്ത് ചെയ്യാം? മിൽക്ക് കോമ്പൗണ്ടും കൂടി മിക്സ് ചെയ്യാം. ഇത് ഡാർക്ക് ആയിരിക്കും, ബ്ലാക്കിഷ് കളർ ആയിരിക്കും. ഇതാവുമ്പോ ഒരു ചോക്ലേറ്റി കളർ, നമുക്കൊക്കെ ഇഷ്ടം ചോക്ലേറ്റി കളർ ആയിരിക്കില്ലേ, മിൽക്ക് കോമ്പൗണ്ട്. വെറുതെ കഴിക്കാൻ പറ്റുമോ? അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല വെറുതെ കഴിച്ചാല്. പിന്നെ ഇതല്ലാതെ കുറച്ചും കൂടെ കർവേച്ചർ ചോക്ലേറ്റ് ഉണ്ട്. നമ്മൾ ബ്രൗണിയിൽ കർവേച്ചർ ചോക്ലേറ്റ് യൂസ് ചെയ്യും. കർവേച്ചർ ചോക്ലേറ്റ് കൂടി യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി റിച്ച് ആയിരിക്കും. കർവേച്ചർ ചോക്ലേറ്റ് യൂസ് ചെയ്തിട്ടും ഉണ്ടാക്കാം. സോ ഇതിപ്പോ ഞാൻ നോർമലി നമുക്ക് എല്ലാവർക്കും ഈസിലി അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ് ഡാർക്ക് കോമ്പൗണ്ട്. കർവേച്ചർ ചോക്ലേറ്റ് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്. അതൊക്കെ നമ്മൾ ഓർഡേഴ്സ് കിട്ടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ബ്രൗണി ഏതാണെന്ന് വെച്ചിട്ട് കസ്റ്റമൈസ് ചെയ്യാണ് ചെയ്യാം. കർവേച്ചർ ചോക്ലേറ്റ് ആകുമ്പോൾ റിച്ച് ആയിരിക്കും. അല്ല, അന്ന് നോർമൽ തന്നെയാണ് ഉണ്ടാക്കിയത്, പക്ഷെ അത് കർവേച്ചറിനെ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, പിന്നെ വേണ്ടതാണ് നമ്മൾ നോർമൽ ഷുഗറും ബ്രൗൺ ഷുഗറും മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പം ബ്രൗണി കുറച്ചും കൂടി ഫഡ്ജിയർ ആവും. ഫഡ്ജി ബ്രൗണിയാണ് നമുക്ക് കിട്ടേണ്ടതെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യുക. ഈ ഏത് ബ്രൗൺ ഷുഗർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നോർമൽ ഷുഗറും ബ്രൗൺ ഷുഗറും ഒരു 1:1 റേഷ്യോയിൽ ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇത് ഉണ്ടാക്കുക. പിന്നെന്താ വേണ്ടേ? പിന്നെ 2 എഗ്ഗ് വേണം. യൂഷ്വലി കേക്ക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എഗ്ഗ് വേണം, വാനില എസൻസ് വേണം, പിന്നെ ഓൾ പർപ്പസ് കൊക്കോ പൗഡർ വേണം. ന്യൂട്ടെല്ലൊക്കെ ഓപ്ഷണൽ ആണ്. ന്യൂട്ടെല്ല ഒന്നും നിർബന്ധേ ഇല്ല ബ്രൗണി ഉണ്ടാക്കണമെങ്കിലൊക്കെ ഓപ്ഷണൽ ആണ്. ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ, അത് വേണം. പിന്നെ കുറച്ച് മിൽക്ക് വേണം. ഇത്രയൊന്നും വേണ്ട, കുറച്ച് മിൽക്ക് മതി. ലൈക്ക് ഒരു 1/4 കപ്പൊക്കെ മതി മിൽക്ക്. മിൽക്കിന്റെ കൂടെ കോഫി പൗഡറും വേണം. അതെന്തിനാ വെച്ചാൽ കൊക്കോ പൗഡർ നമ്മൾ വെറുതെ കൊക്കോ പൗഡർ ഇട്ടിട്ട് ബ്രൗണി, ഇതൊരു ടിപ്പാട്ടോ, എല്ലാവർക്കും അറിയുന്നത്. അപ്പൊ കേക്ക്സ് ഒക്കെ ബേക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. എന്താ വെച്ചാൽ നമ്മൾ വെറുതെ കൊക്കോ പൗഡർ ഇട്ടിട്ട് ബേക്ക് ചെയ്യുന്നതും ഈ നമ്മളെ മിൽക്ക് ഉണ്ടല്ലോ, പാലൊന്ന് ചൂടാക്കിയിട്ട് കുറച്ച് കോഫി പൗഡർ ഇട്ടിട്ട് നമ്മൾ ആ കോഫി പൗഡറും മിൽക്കും കൂടി മിക്സ് ചെയ്തിട്ട് ഈ ബ്രൗണീന്റെ മിക്സിലേക്ക് ഒഴിക്കുമ്പോൾ കൊക്കോ എന്താ പറയുക, അതിന് നമ്മൾ ബ്ലൂമിങ് ഓഫ് കൊക്കോ എന്നാണ് നമ്മൾ പറയുക. അതൊരു ടേം പോലെ, ബ്ലൂമിങ് ഓഫ് കൊക്കോ എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഫ്ലേവർ കൂടും, ചോക്ലേറ്റി ഫ്ലേവർ കൂടും. ആ കോഫിയും ആ ഒരു മിൽക്കും കൂടി വരുമ്പോൾ. ഇപ്പൊ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ പറഞ്ഞോ? നട്ട്സ് നമുക്ക് അത് ഓപ്ഷണൽ ആണേ. ഓക്കെ, പിന്നെ ബേക്കിംഗ് ട്രേയിൽ പാച്ച്മെന്റ് പേപ്പർ ഓൾറെഡി നമ്മൾ ഗീ ഓർ ബട്ടർ അല്ലെങ്കിൽ ഓയിൽ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ അതൊന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ നമുക്ക് യൂഷ്വലി ബൗൾസ്, പിന്നെ ബ്രൗണി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ യൂസ് ചെയ്യുന്ന വെസൽസ് ആയിക്കോട്ടെ, എന്താ പാത്രം, യൂട്ടൻസിൽസ് ഒന്നിലും, സ്പൂണില് സ്പാച്ചുലയിൽ ഒന്നിലും വെള്ളം പാടില്ല. എല്ലാം ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കണം. അഥവാ വെള്ളം വന്നാൽ നമ്മളെ കൊളാവും, റെസിപ്പി മൊത്തം കൊളാവും. ഓക്കെ, പിന്നെ ഇവിടെ ഞാൻ വെച്ചിട്ടില്ല, ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയൊന്നും വേണ്ട, ഒരു പിഞ്ച് മതിയെ. ഒരു സ്പൂണോ ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു പിഞ്ച്. കാരണം ബ്രൗണിക്ക് എപ്പോഴും ബ്രൗണി എന്താ ഫഡ്ജിയർ ആണ്, ഡെൻസർ ആണ്, കേക്കി അല്ല. കേക്ക് ആകുമ്പോൾ നമ്മൾ എയർ കൂടുതലല്ലേ. സോ ഒരു പിഞ്ച് മതി, ജസ്റ്റ് ഒരു ഇത്തിരി ബേക്കിംഗ് പൗഡർ. അത് മാത്രം മതി. പിന്നെന്താ? ഓക്കെ, നമുക്ക് ഉണ്ടാക്കിയാലോ? ആദ്യത്തെ സ്റ്റെപ്പ് കറക്റ്റ് ക്വാണ്ടിറ്റി ഞാൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ പോവാണ്. ഇതിൽ കുറച്ച് വെള്ളമായിട്ടുണ്ടോ, വെള്ളം മാറ്റണം.
100 grams ബട്ടറും 200 grams എടുക്കണം എപ്പോഴും കോമ്പൗണ്ട് ചോക്ലേറ്റ്. അത് ഞാൻ വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100 ഡാർക്കും 100 മിൽക്കും കൂടി യൂസ് ചെയ്യാം. എപ്പോഴും 200 എടുക്കണം. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. പല ആൾക്കാരും പല റെസിപ്പീസ് ചെയ്യുന്നതാണ് ബ്രൗണിയിൽ. അല്ലെങ്കിൽ 1:1 ചെയ്യുന്ന ആൾക്കാരുണ്ട്. 100 ബട്ടർ 100 ചോക്ലേറ്റ്, അല്ലെങ്കിൽ 200 ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ എപ്പോഴും 100 grams ബട്ടർ ആൻഡ് 100 grams കോമ്പൗണ്ട് 200 grams കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് എടുക്കാറ്. സോ അതാണ് ആദ്യം നമ്മൾ ചെയ്യാൻ പോവാണ്. ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ചെയ്യാൻ പോവാണ്. സോ ഇതാണ് ഡബിൾ ബോയിൽ ചെയ്ത് വെച്ച ചോക്ലേറ്റ്. കണ്ടോ, ഇതാണ് കൺസിസ്റ്റൻസി. ഇങ്ങനെ മെൽറ്റ് ആയിട്ട് കിട്ടണം. ചോക്ലേറ്റ് ആൻഡ് ബട്ടർ മിക്സ് ആണിത്. ഇനി നമ്മളെ ആക്ച്വൽ കേക്ക് മിക്സിലേക്ക് കടക്കുക, ബ്രൗണി മിക്സിലേക്ക്. ഇത് ഹലോ ഹായ്, ബ്രൗണി വേണോ? അയ്യോ ബ്രൗണി വേണോ? ചിരിക്കുന്ന ബ്രൗണി വേണോ? ഇനിയൊന്നുമില്ല. നേരത്തെ ആ മിക്സ് എന്തായിരുന്നു? ആ മിക്സ് ഷുഗർ, ബ്രൗൺ ഷുഗർ ആൻഡ് വൈറ്റ് ഷുഗർ മിക്സ്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്യും. വാനില എസൻസ് ആഡ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എഗ്ഗ് ആഡ് ചെയ്യാം. 2 എഗ്ഗ്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് ആണ് വേണ്ടത്. ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള എഗ്ഗ് ആവരുത്. രണ്ട് എഗ്ഗ് ആൻഡ് കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്യുക. ആൻഡ് നന്നായിട്ട് അത് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള വൈറ്റ് ഷുഗറും ബ്രൗൺ ഷുഗറും മിക്സ് ആൻഡ് 2 എഗ്ഗ്, റൂം ടെമ്പറേച്ചറിലുള്ള 2 എഗ്ഗ് മിക്സ് ചെയ്തു. ആൻഡ് 1 ടീസ്പൂൺ വാനില എസൻസ്. ഇത് നന്നായിട്ട് എന്ത് ചെയ്യുക? മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്യണം. തറലി എഗ്ഗൊക്കെ മിക്സ് ആവണം. ഓക്കെ, അങ്ങനെ മിക്സ് ആയി കഴിഞ്ഞാൽ അതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ഈ ചോക്ലേറ്റ് മിക്സ്ചർ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആക്ച്വലി ബ്രൗണി വളരെ സിമ്പിളാണ്. ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ ചെയ്യാൻ. ആൻഡ് ഇത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണേ. ഇത് ആക്ച്വലി നൈസാ, കാരണം ബട്ടർ ആൻഡ് ചോക്ലേറ്റാ. നമ്മള് ഓവൻ ആയിട്ടുണ്ട്. അമ്മ ആ ഓവൻ ഒന്ന് 5 മിനിറ്റും കൂടെ വെക്കുവോ? ഒരു 5 മിനിറ്റും കൂടെ ടൈമർ വെക്കുവോ? നമ്മൾ ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം കേട്ടോ. ഒരു 170 ഡിഗ്രി സെൽഷ്യസിൽ ബോട്ടം പാൻ മാത്രം, ബോട്ടം ഹീറ്റ് മാത്രം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അത് കഴിച്ചു, നല്ല ടേസ്റ്റ് അത്. സോ ഇതാണ് നമ്മളെ ചോക്ലേറ്റി മിക്സ്ചർ. ഇതിലേക്ക് നമ്മൾ ഇനി അടുത്തത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മളെ നമ്മളെ ഫ്ലോർ ആണ് ആഡ് ചെയ്യേണ്ടത്. ഫ്ലോർ നന്നായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത്, ഇത് നമ്മൾ ഓൾ പർപ്പസ് ഫ്ലോർ ഇല്ലേ, മൈദ ആൻഡ് കൊക്കോ പൗഡർ സിഫ്റ്റ് ചെയ്തതാണ്. നന്നായിട്ട് 2 വട്ടെങ്കിലും അരിക്കണം. അരിച്ചിട്ട് നമ്മളിത് അങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് എന്നാണ് ഈ മെത്തേഡിന് പറയാ. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്ത് ഫോൾഡ്. നീ ഇട്ടോ, ഞാൻ കട്ട് ചെയ്തോ. ഇങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ്. അതെല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഒന്നില്ല, ഇങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് എന്നാണ് പറയാ. നീ ഇട്ടോ, ഒരു ഹാഫ് ഇട്ടോ. അതിന്റെ ഇട്ടോ. ഞാൻ പറയുമ്പോ നിർത്തിയാ മതി. പോട്ടെ. ഇനിയും ഓക്കെ. യെസ്, ഓക്കെ, മതി. അല്ല, ഇത് ഫോൾഡ്, ഇത് കട്ട്. അപ്പൊ അതിന് കട്ട് ആൻഡ് ഫോൾഡ് എന്നാ പറയാ. എന്നാൽ എല്ലാ ഭാഗത്തേക്കും ഈ ഫ്ലോർ എത്തുള്ളൂ. ഇങ്ങനെ മിക്സ് ചെയ്യണം. അല്ലാതെ വെറുതെ നമ്മള് ഇതാക്കിയാ പോരാ. ഇതിനാണ് ഉണ്ടോ ടെക്നിക്കൽ വേർഡ്സ് ഒക്കെ ഉണ്ടല്ലേ. നിങ്ങള് കുക്കും ഷെഫും, സോറി എന്തായിരുന്നു പറയാ, ബേക്കറും. നീ ബാക്കിയും കൂടെ ഫ്ലോർ ഇടൂ. നേരത്തെ ഫുൾ ഇട്ടോ. ഓക്കെ, സോ ഈ ഫ്ലോർ ഈ ഒരു കപ്പ് ഫുൾ എടുത്തു. ഇങ്ങനെ പിന്നെ ഇത് കട്ട് ചെയ്യണം. ഇങ്ങനെയാണോ? അതെ, കട്ട് ആൻഡ് ഫോൾഡ്. കുറച്ച് കഴിഞ്ഞാൽ കൈ വേദനിക്കും. ആണ്, കാണുന്ന അത്രയും സുഖരിയാണ.
ഓ ഇത് കട്ടിയായി വരുമ്പോ കൈ കഴക്കും. അങ്ങനെയല്ല കേട്ടോ. ഇത് നമുക്ക് മറ്റേ കേക്ക് 1 ഉണ്ടാക്കാൻ ബീറ്ററിന്റെ 2 ആവശ്യമൊന്നുമില്ല. 1 2 1 2 ബീറ്ററിന്റെ വേണ്ട, ആവശ്യമില്ല. ബീറ്റർ വേണ്ട. 2 1 ഇങ്ങനെയാണോ? ശരിയാവുന്നില്ല. ഇങ്ങനെടാ, എടാ, അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്തത് അത് തന്നെയല്ലേ? നീ ഒരു റൗണ്ട് വരച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്ക്. ഒരു ഇങ്ങനെ. ഫുൾ റൗണ്ടും ആ. എന്നിട്ട് അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാം. ഒരു ഫുൾ റൗണ്ട് വരച്ചിട്ട് അതായത് ഞാൻ ഒരു ഫുൾ റൗണ്ട് വരയ്ക്കുന്നു, എന്നിട്ട് ഞാൻ ആ റൗണ്ടിനെ അങ്ങോട്ട് കട്ട് ചെയ്യുന്നു. ഇങ്ങനെ എത്ര കഷ്ടപ്പെടേണ്ട അത് ആവശ്യമൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതിനെ കൊണ്ടാണ് ഇത്രയും കഷ്ടപ്പാട്. ഇവള് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അത് നോക്കിയാൽ മതി. ഞാൻ പഠിക്കാൻ വേണ്ടി ചെയ്യുന്നത്. മതി. കുറച്ചും കൂടെ ഈ സൈഡിലുള്ളതെല്ലാം. ഓ അതിനാണ് നമ്മൾ റൗണ്ട് വരയ്ക്കണേ. അത് കട്ട് ചെയ്യണം. കട്ട് ചെയ്തില്ലെങ്കിൽ അറിയോ? കട്ട് ചെയ്തില്ലെങ്കിൽ ബ്രൗണി കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് മൈദപ്പൊടിയൊക്കെ കിട്ടും. ഇനി ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ ബ്ലൂമിങ് ഓഫ് കൊക്കോ, ലൈക് കൊക്കോന്റെ ആക്ച്വൽ അരോമ ആൻഡ് ഫ്ലേവർ അല്ലെങ്കിൽ ചോക്ലേറ്റി ഫ്ലേവർ കിട്ടണമെങ്കിൽ ഇതും കൂടി ആഡ് ചെയ്താൽ കുറച്ചും കൂടി കൂടും. അല്ലാതെ ഇതൊന്നുമില്ല. പാല്, കോഫി, നല്ല ഡാർക്ക് കോഫി, ജസ്റ്റ് ആ ബ്രൂവിന്റെ ഇന്റൻസ് കോഫി ഇല്ലേ. അതല്ല, ഇത് ഈ എത്ര പാലില് എത്ര പൊടി ഇടണം? ഞാൻ ഒരു 1/4 കപ്പ് 1/4 കപ്പ് പാല്. പൊടി ഒരു 1 സ്പൂണൊക്കെ. അത്ര ഭയങ്കര കൂടുതലൊന്നും വേണ്ട. ഭയങ്കര സാറ്റിസ്ഫൈങ് ആ ഈ സ്മെല്ലും ഈ കൊക്കോന്റെ. കിട്ടുന്നുണ്ടോ? ഭയങ്കര സാറ്റിസ്ഫൈങ് ആ. ഇത് ഫേവറേറ്റ് സ്റ്റെപ്പാ നിന്റെ. ഈ ഒരു സ്റ്റെപ്പ് ആവുമ്പോഴേക്കും ഇങ്ങനെ കഴിക്കാൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാൻ ഇത് കൺട്രോൾ ചെയ്തല്ലേ പറ്റൂ. കാരണം ഞാൻ ഉണ്ടാക്കി കസ്റ്റമേഴ്സിന് കൊടുക്കല്ലേ ചെയ്യുന്നേ, ഞാൻ കഴിക്കുന്നില്ലല്ലോ. ഒരു മിനിറ്റ്, ഒന്ന് ഓവൻ ഒന്ന് ഇത് ചെയ്യണം. ഒറ്റൊരു മിനിറ്റ് കേട്ടോ. 1 മിനിറ്റ് ഗൈസ്. അതുവരെ ഞാൻ മെത്തേഡ് പഠിക്കും. അതെ, നമ്മളൊരു ഫുൾ റൗണ്ട്. ഞാൻ വന്നു. ഓവൻ ഒന്ന് ജസ്റ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി പോയതാ. ഇനി കട്ട് ആൻഡ് ഫോൾഡ് ചെയ്യണമെന്നില്ല. മിക്സ് ചെയ്താൽ മതി. ഇനി നമുക്കൊന്നും ആഡ് ചെയ്യാനില്ല. കഴിഞ്ഞു. ഇനി ഇതില് നമ്മള് ഞാൻ കുറച്ച് നട്ട്സും കുറച്ച് ചോക്ലേറ്റും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്ത് ചോക്ലേറ്റ് വേണമെങ്കിലും ഇടാം. അപ്പൊ ഇതില് ഇപ്പോഴല്ല, അതിലൊഴിച്ചിട്ട് എന്ത് ചോക്ലേറ്റ് വേണമെങ്കിലും ഇടാം. അപ്പൊ ഫെററോ ഒക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ന്യൂട്ടല്ല അതേപോലെ നമ്മള് ട്രേയിലേക്ക് അല്ലെങ്കിൽ പാനിലേക്ക് ഒഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ന്യൂട്ടല്ല വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്യാം. അല്ലെങ്കിൽ ആഫ്റ്റർ ബ്രൗണി ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ന്യൂട്ടല്ല ഇടാം. എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇന്നിപ്പോ ഞാൻ ന്യൂട്ടല്ല ഉള്ളിലൊന്നും ഇടുന്നില്ല. ജസ്റ്റ് ഒരു ചോക്ലേറ്റ് ബ്രൗണി ആൻഡ് കുറച്ച് ഇത് ടോപ്പിലിടും. ന്യൂട്ടല്ല നമുക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം. ന്യൂട്ടല്ല ഇത് വേണ്ടേ? ഓക്കെ, നമ്മൾ ഇനി പാനിലേക്ക് ഇട്ടാലോ? അത് ആയി. ഇത് മൊത്തം ഒന്ന് ഇതിൽ പഠിച്ചേ. ഒരു സ്പാച്ചുല കൂടെ ഉണ്ട് അവിടെ, അതൊന്നും എടുത്തു തരുമോ? ഒരു സ്പാച്ചുല ഉണ്ട്. ഒരു വയലറ്റ് കളർ ഇത് നല്ല യമ്മി അല്ലേ? ഈ സ്പാച്ചുലയാണ് കുറച്ചുകൂടെ നല്ലത്. എല്ലാരും കൊതിച്ചിരിക്കുക. അങ്ങനെ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സൂപ്പർ ആട്ടോ. ഇതെങ്ങനെ ഉണ്ട് നോക്കട്ടെ. പ്രിപ്പറേഷൻ നമ്മൾ കാണുന്നതാണല്ലോ. അപ്പൊ പിന്നെ ഇങ്ങനെ ഉണ്ട് നോക്കട്ടെ. മുന്നേ കഴിച്ചൊക്കെ സൂപ്പറാണ്. എന്താ പറയാ, കുക്ക് ചെയ്ത റെസിപ്പീസ് ഒക്കെ പറഞ്ഞിട്ട് വലിയ ടേസ്റ്റ് ഒന്നുമില്ല, വേണമെങ്കിൽ ഉണ്ടാക്കി. ഇത് അതുപോലെ ഉണ്ടല്ലേ? ഭയങ്കര വെയിറ്റ് ആണ് ഇതിന്. പിടിക്കണ്ട, കുഴപ്പമില്ല.
ഇനി ബേക്കിംഗ് സോഡ ആ കിട്ടില്ലേ, ബേക്കിംഗ് പൗഡർ എന്തായിരുന്നു പറഞ്ഞാൽ കിട്ടില്ല. അതൊക്കെ എപ്പോഴട്ടെ ഒക്കെ ഞാൻ ഇട്ട് റെസിപ്പിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. പറഞ്ഞിരുന്നു. കുറച്ച് മതി കേട്ടോ, ഒരു പിഞ്ച് മതി. ഇനി ഇട്ടിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ബേക്കിംഗ് സോഡ ഇട്ടിട്ടില്ലെങ്കിൽ ഒന്നും സംഭവിക്കൂല. അത്ര ഈ ഒരു ചെറിയ കാര്യമാണ് ഇങ്ങനെ പോകുന്നില്ല. നല്ലൊരു സംഭവം. എടാ ഈസിയടാ, നാളെ തൊട്ട് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കണം. അതെ, ഞാൻ ഇത്ര സിമ്പിൾ ആണെന്ന് വിചാരിച്ചില്ല കേട്ടോ. ബാക്കി ഡിഷസ് ഒക്കെ ട്രൈ ചെയ്തെന്നല്ലാതെ ബ്രൗണി ഇതുവരെ ഞാൻ ട്രൈ ചെയ്തില്ല. ഇവളില്ലേ, അതായത് അന്ന് എനിക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നില്ല പിസ്താഷ്യോ, പിസ്താഷ്യോടെ ബ്രൗണി. അതിനകത്ത് ഈ പിസ്താഷ്യോടെ സോസ് നമുക്ക് മേടിക്കാൻ കിട്ടും. പക്ഷെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് അതിന്റെ സോസ്. എന്റെ ഫേസിലേക്ക് ലൈറ്റ് ഇവള് കട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? സോറി, ഞാൻ ബ്രൗണി ഉണ്ടാക്കണോ അല്ലെങ്കിൽ ഫേസ് കാണിക്കണോ, എന്ത് ചെയ്യണോ? ഇപ്പൊ തീരുമാനിച്ചോ? നീ എന്തെങ്കിലും ചെയ്തോ, എനിക്ക് ബ്രൗണി കിട്ടിയായിരിക്കും. എന്നിട്ട് അപ്പം ഇവിടെ ഉണ്ടാക്കുന്ന ബ്രൗണിയിൽ ഒന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണതൊന്നുമല്ല, എല്ലാം ഹോം മെയ്ഡ് ആണ്. ഇപ്പൊ പിസ്താഷ്യോടെ സോസൊക്കെ അല്ലേ? അപ്പൊ നീ എന്നെ പറ്റിച്ചതാണോ? അല്ല, അതായിരുന്നു കേട്ടോ, അതായിരുന്നു. എന്റെ അടുത്ത് അങ്ങനെയാണ് കേട്ടോ പറഞ്ഞത്, ഉണ്ടാക്കണമെന്നാ പറഞ്ഞത്. അത് വീട്ടിലുണ്ടാക്കിയതായിരുന്നു അന്ന് ഞാൻ കൊണ്ടു കൊടുത്തത്. ശരിക്കും അല്ല, ഇതുവരെ ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുള്ളൂ. ഇനിയിപ്പൊ എനിക്ക് വാങ്ങണം തോന്നിയാ വാങ്ങുകയൊക്കെ ചെയ്യും കേട്ടോ. ടീച്ചർ എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ ചിലപ്പോ ബേക്കേഴ്സ് ലാബിന്ന് നിങ്ങൾക്ക് ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്നത് ഹോം മെയ്ഡ് ആയിട്ടുള്ളതായിരുന്നു എല്ലാം. അതായത് പിസ്താഷ്യോ സോസ് ആയിക്കോട്ടെ, എല്ലാം ഹോം മെയ്ഡ് ആണ്. നിങ്ങളുടെ മൂട് പോലെ ഇരിക്കുന്നു, അങ്ങനെയല്ല അളിയും പറഞ്ഞത്? അതല്ല, കസ്റ്റമർ ആവശ്യപ്പെടുന്നതനുസരിച്ച്. കസ്റ്റമർ നിന്റെ അടുത്ത് പറയോ എനിക്ക് പിസ്താഷ്യോ ഹോം മെയ്ഡ് വേണമെന്നില്ല, കടത്തെ മതി എന്ന് പറയോ? ഇല്ല, ഞാൻ ഹോം മെയ്ഡ് ഉണ്ടാക്കാറുള്ളൂ. അതല്ലേ ഞങ്ങള് പറഞ്ഞത്. അതന്നെ, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളത് അതല്ലേ ഞാനും പറഞ്ഞ. സോറി. ഇതിപ്പോ എവിടെ ഞങ്ങൾക്ക് പഠിക്കാൻ? ഇത് പഠിക്കരുത്, ഇതിൽ എഗ് ഒക്കെ ഉണ്ട്. ശരി, ഇതേ പഠിക്കാൻ പറ്റൂ. അയ്യോ, അത് കണ്ടിട്ട് ഭയങ്കര. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഓരോ വരും. ഒരു മിനിറ്റ്, ഞാൻ എന്റെ കൈ വേണ്ട നമ്മളിങ്ങനെ ഓരോ മെൽറ്റൊന്നും ആവില്ല, കിട്ടും കടിക്കാൻ. അത്ര വലിയ പീസ് വേണമെങ്കിലും ഇടാം. ഏത് വേണമെങ്കിലും ഇടാം. ഇത് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ടൈപ്പ് ഇടുന്നേ. നമുക്ക് ഏത് വേണമെങ്കിലും ഇടാം. ഫെററോ ഒക്കെ ഇൻഫ്യൂസ് ചെയ്യുന്ന ഉണ്ട്, ഫെററോ ഇൻഫ്യൂസ് ചെയ്യാം. അല്ലെങ്കിൽ കിൻഡർ ബ്രൗണീസ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് വന്നിട്ട് നമുക്ക് ബ്രൗണി വേണം എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ ഉള്ള ഇത് വെച്ചിട്ട് ഉണ്ടാക്കാണ്, ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. കിൻഡർ ബ്രൗണി വേണമെങ്കിൽ കിൻഡർ ഉണ്ടാക്കാം. കിൻഡർ ജോയ് ഇല്ലേ, കിൻഡർ ജോയ് അല്ല, കിൻഡർ ബ്യൂണോ ഒക്കെ ചോക്ലേറ്റ്സ് ഇല്ലേ, കിൻഡറിന്റെ ചോക്ലേറ്റ്സ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഫെററോ അല്ലെങ്കിൽ ന്യൂട്ടല്ല, എന്ത് വേണമെങ്കിലും ചെയ്യാം. Oh my god, കലോറി ആണെന്നടാ. ഞാൻ വേണമെങ്കിൽ കുറച്ച് വേണമെങ്കിൽ എടുത്തോന്ന്. അല്ലെങ്കിൽ അത് കഴിക്കണല്ലോ. കലോറിയാടാ, കഴിക്കരുത്, ആഴ്ചക്ക് തൊട്ട് പോരുത്. ഞാൻ ഉള്ളിലേക്ക് ഒന്ന് ജസ്റ്റ് ഇറക്കി വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ആക്ച്വലി റിച്ച് വേറൊരു സാധനം ഉണ്ട് അവളുടെ. അത് ഭയങ്കര മറ്റേ പ്രീമിയം എന്ന് പറയില്ലേ, അങ്ങനത്തെ സാധനം കിട്ടില്ല. അതായിരുന്നു ഞാൻ അന്ന് കഴിച്ചത്. അതിലാണ് ഞാൻ ഇവളുടെ ഫാൻ ആയത്. ഇവളുടെ എല്ലാം കുഴപ്പമുണ്ടാവില്ലായിരിക്കും. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ മുകളിൽ ന്യൂട്ടല്ല എല്ലാം ആഡ് ചെയ്യാം. ഞാനിപ്പോ ആഡ് ചെയ്യുന്നില്ലല്ലോ, വേണ്ടല്ലോ, ആവശ്യമില്ലല്ലോ. നമുക്ക് കഴിഞ്ഞിട്ട് ന്യൂട്ടല്ല ആഡ് ചെയ്താൽ പോരെ. നമുക്കിവിടെ വേണമെങ്കിൽ ന്യൂട്ടല്ല ആഡ് ചെയ്യാം. സോ ഇത് നമ്മളെ കേക്ക് മിക്സ് ഇൻ ടു ദ ഓവൻ. അവൻ ഓക്കെ, സോറി, ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചിട്ടില്ല. ഓക്കെ, ഇത് നമ്മൾ ഓവനിൽ വെക്കാൻ പോവാണ്. 170 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ. ഓക്കെ, യെസ്, കം ഓൺ. ചൂടല്ലേ, തൊടുന്നില്ല. നേരെ വെച്ചോളൂ.
സോ ഇത്രയും സിമ്പിൾ ആയിരുന്നു ബ്രൗണി. നമുക്കത് 2 hours കഴിഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. വള കറക്റ്റ് ആ ബ്രൗണിന്റെ ഒരു ടെക്സ്ചർ വരും അല്ലേ? നമുക്ക് 2 hours അതിനോട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. വരൂ, 2 മണിക്കൂർ നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അവിടെയാണ് നമ്മൾ ടാസ്ക്. ഇതുവരെ നമുക്ക് എളുപ്പമായിരുന്നു, പക്ഷെ ഈ 2 മണിക്കൂർ നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മൾ ഇതിനെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അവിടെയാണ് നമ്മുടെ ടാസ്ക് ഇരിക്കുന്നത്. ഇനി നമ്മൾ കഴിച്ചു നോക്കിയിട്ട് അത് 2 മണിക്കൂർ ന്യൂട്ടെല്ല ടോപ്പ് ചെയ്യാം നമുക്കിത്. ഓക്കെ, അടിപൊളി. കട്ട് ചെയ്ത് ന്യൂട്ടെല്ല ടോപ്പ് ചെയ്ത് വെക്കും. ഇത് നമുക്ക് ഓവൻ ഇല്ലാണ്ട് നമുക്ക് ബ്രൗണി ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാ? നല്ല ഒരു അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. നല്ല കട്ടിയുള്ള ഇപ്പൊ ചെമ്പൊക്കെ ഉണ്ടാവില്ലേ, ചെമ്പല്ല, നല്ല വീതിയുള്ള ഒരു പാത്രം. അതില് ഇതേപോലെയുള്ള എന്താ അതിന് നമ്മൾ പറയാ സ്റ്റാൻഡ് വെച്ചിട്ട് ഡബിൾ ബോയിൽ ചെയ്യണോ? ഡബിൾ ബോയിൽ ഒന്നും ചെയ്യല്ലേ. അത് യൂഷ്വലി നമ്മൾ എങ്ങനെയാണോ പാത്രം അടുപ്പത്ത് വെക്കുന്നത് അതേപോലെ വെക്കുക. ഇത് ഇതേപോലെ ഇതിപ്പൊ ഞാൻ വെള്ളം ഒഴിക്കണ്ട, വെള്ളമൊന്നും വേണ്ട. ചിലവരിങ്ങനെ അടിയിൽ പൂഴി സോൾട്ട് ഒക്കെ ഇടും, അതൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇതേപോലെ ഒരു സാധാരണ ഒരു കട്ടിയുള്ള ഒരു ചെമ്പില് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു സാധനം ഇറക്കി വെക്കാം. ഡയറക്റ്റ് ഹീറ്റ് ഇങ്ങോട്ട് കിടക്കൂല. അപ്പൊ രണ്ട് ബാരിയർ ഉണ്ടാവില്ലേ ഇവിടെ. അപ്പൊ അത് അങ്ങനെയാണ് നമുക്ക് എത്ര സമയം വെക്കേണ്ടി വരും? ഒരു 35-40 minutes. ഓക്കെ, പക്ഷെ അത് ഓവൻ പോലെയല്ല, അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ സെറ്റാക്കി വെക്കണം. ഈ ഇത് വെക്കില്ല നമ്മള് പത്തിരിന്റെ ഒക്കെ ചട്ടി വെക്കില്ല താഴെ കരിയാ വെക്കാനൊക്കെ, അങ്ങനെ വെക്കണോ ശരിക്കും? എങ്ങനെ പത്തിരിന്റെ ചട്ടി? അതായത് അടി പിടിക്കാതൊക്കെ നമ്മൾ ചട്ടിപ്പത്തി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോ താഴെ നമ്മള് സ്റ്റാൻഡ് വെക്കും. സ്റ്റാൻഡ് വെക്കും അതിന് പകരം. പാത്രത്തിന്റെ മുകളില് സ്റ്റാൻഡ് വെച്ച് സ്റ്റാൻഡിന്റെ മുകളില്. മനസ്സിലായോ? ഞാൻ കുക്ക് ചെയ്യും, അതായത് ഞാൻ ഫുഡ് ഉണ്ടാക്കും. നമ്മള് ഓർമ്മയുണ്ടോ? ഇവളില്ലേ, പക്ഷെ ആക്ച്വലി അതെങ്ങനെയാണ്, ലൈഫ് അങ്ങനെയാണ്. അതായത് ആച്ചി ഞങ്ങൾ ചെറുപ്പത്തില് ഞാൻ ഇവള് കുക്ക് ചെയ്യായിരുന്നു. വെറൈറ്റി സാധനങ്ങൾ ഞങ്ങള് ജല്ലി മിഠായി, ഓർമ്മയുണ്ട്, ഒരു യെല്ലോ കളറ് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കിട്ട് ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണോ എന്നൊക്കെ വിചാരിച്ചു. നമ്മള് തന്നെ ഭയങ്കര ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ കഴിക്കും, നമ്മൾ തന്നെ ഇന്ന് പൊക്കിയടിക്കും അങ്ങനെ. അപ്പൊ ഞാനും ഇവളും പണ്ട് തൊട്ടിട്ടേ ഇങ്ങനെ ഓരോ എക്സ്പെരിമെന്റ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇവള് എന്താ പറയാ, ഒരു കുക്കിംഗ് ചാനൽ തുടങ്ങിയത് അത് ഞങ്ങൾക്ക് ഭയങ്കര ഷോക്കായിരുന്നു. കാരണം ചെറുപ്പത്തില് ഞങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്തെ ബുക്ക് ഉണ്ടല്ലോ, കട്ടൻ ചായ പോലും ഇടാൻ അറിയില്ലായിരുന്നു. പക്ഷെ ഇവള് കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോ ഇവള് ഐഷൂസ് ട്രൈ മൈ കിച്ചൺ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിരിക്കുന്നു. ഏത് കട്ടൻ ചായ പോലും ഇടാൻ അറിയാത്തൊരു കുട്ടി. എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു അങ്ങനത്തെ. പക്ഷെ കുറേ റെസിപ്പീസ് ഉണ്ട് കേട്ടോ. നമ്മളെ കോഴിക്കോടിലെ കുറെ റെസിപ്പീസ് ഉണ്ട്. അതും പ്രത്യേകം എന്ന് വെച്ചാൽ നല്ല കോഴിക്കോട് സ്ലാങ്. ഇവളുടെ യൂട്യൂബ് കാണുകയാണെങ്കിൽ എന്റെ ഉണ്ണിയേട്ടൻ അറിയാം, എന്റെ ഹസ്ബൻഡ് അറിയാലോ, ആള് തൃശ്ശൂരാണ്. അപ്പൊ ആളൊക്കെ ഇരുന്ന് ഇവളുടെ വീഡിയോ കാണും. എന്തിനാ റെസിപ്പീസ് അല്ലെങ്കിൽ ആള് കുക്ക് ചെയ്യാനൊന്നും പോകുന്നില്ല, പക്ഷെ ഇവളുടെ സ്ലാങ് കേൾക്കാൻ വേണ്ടിട്ട് നല്ല രസമാണ്. ചാനലൊന്ന് നോക്കി നോക്കും, ഐഷൂസ് ട്രൈ മൈ കിച്ചൺ. അപ്പൊ അതിനകത്ത് ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. ഇവളുടെ ഡെഡിക്കേഷൻ എന്താ വെച്ചാൽ ഇവള് ഓരോ സ്ഥലത്ത് പോയിട്ട് കഴിക്കുമ്പോൾ റെസിപ്പീസ് ചോദിക്കും. എന്റെ അമ്മയുടെ അടുത്തൊക്കെ വന്നിട്ട് കുറെ റെസിപ്പീസ് ഒക്കെ ചോദിച്ചിട്ട് ഇവൾ അതൊക്കെ ഐഷൂസ് ട്രൈ മൈ കിച്ചണിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. ട്രൈ അല്ല, എല്ലാം സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. സക്സസ് ആവുന്ന വീഡിയോസ് നമ്മൾ ഇടാറുള്ളൂ. പനീർ ബട്ടർ മസാല, ഇന്നത്തെ പനീർ ബട്ടർ മസാല, അതിന്റെ റെസിപ്പി എനിക്ക് തോന്നുന്നു ഓൾറെഡി ചാനലിലുണ്ട്. അതും അടിപൊളിയായിരുന്നു. അപ്പൊ ബേക്ക് ലാബിലെ എന്താ പറയാ, ബേക്ക് ലാബിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു ഡെലീഷ്യസ് ആണ്, സിമ്പിൾ ആണ്, നോർമൽ ആയിട്ടുള്ള ഒരു ബ്രൗണിയാണ്. ഇതിലും വെറൈറ്റീസ് ആയിട്ടുള്ള ബ്രൗണീസ് ആണ് ബേക്ക് ലാബിൽ. അത് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ, ബേക്ക് ലാബിന്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ നോക്കിയാൽ മതി. കുക്കു ഓർഡർ കിട്ടുന്ന സമയത്ത് നമ്മുടെ പിള്ളേർക്കൊക്കെ കുറച്ച് അടിപൊളിയായിട്ട് കൊടുക്കണം. പിന്നെ ഓക്കെ, അപ്പം അങ്ങനെ വേറെ എന്തെങ്കിലും ഇൻസ്റ്റഗ്രാം നമ്മളെ ബീച്ചിനെ പറ്റി വേണം പറയാൻ. അതൊന്നുമില്ല. ആച്ചി ഐശ്വര്യ എന്നാണ് ശരിക്കും ഇവളുടെ. ഞാൻ ഇവരെ ആച്ചി കുക്കു എന്നൊക്കെ പറയും. ഞാൻ ഇവളുടെ പേര് ഞാൻ പറഞ്ഞു, മാധവി. ഇത് ഐശ്വര്യ. ഞങ്ങൾ ആച്ചി, കുക്കു, കിങ്ങിണി. കിങ്ങിണി എന്നെ കിങ്ങിണി എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. ശരിക്കും
മാധവി, ഐശ്വര്യ, ദുർഗ. ഞങ്ങള് ചെറുപ്പം മുതലേ ഞങ്ങൾ എല്ലാവരും 3 പേരും ഓരോ വയസ്സിന് ഡിഫറൻസ് ആണ്. വയസ്സ് പറയേണ്ടത് എന്റെ വയസ്സ് ഓരോ വയസ്സിന് ഡിഫറൻസ് ആണ്. അപ്പം ഞങ്ങൾ ചെറിയ കുട്ടിയാവുന്ന സമയം തൊട്ടിട്ട്, അതായത് ആദ്യം ഇവളുണ്ടായി, പിന്നെ ഞാനുണ്ടായി, പിന്നെ ഇവളുണ്ടായി. ഇപ്പൊ നമ്മൾ 3 പേരും കൂടെ ഒന്നിച്ചിട്ടാണ് വളർന്നതൊക്കെ. എവിടെ എന്ത് ഫംഗ്ഷന് പോകുമ്പോഴും ഞങ്ങള് ഒരു ഡിസ്കഷൻ ഉണ്ടാവും. നാളെ ഏതാ ഡ്രസ്, അതെ നാളെ അതെ എന്ത് കളറായിടുന്നത്, വിളിക്കും ഈ ഏതാടുന്നത്. നമ്മളൊരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്, ഞങ്ങൾ 3 പേരും മാത്രം. അപ്പൊ ഞങ്ങള് എപ്പോഴും ഞങ്ങൾ 3 പേരും ഒന്നിച്ചായിരിക്കും. അങ്ങനെ നമുക്കൊരു പേരൊക്കെ ഉണ്ടായിരുന്നു, മാധവി, ഐശ്വര്യ, ദുർഗ. മാഡ് എന്ന് പറഞ്ഞിട്ട് മാഡ് ഏഞ്ചൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല. എത്ര കൊല്ലം മുന്നേ മാഡ് ഏഞ്ചൽസ് എന്ന് പറഞ്ഞു. ഇപ്പൊ ക്രിഞ്ചായിരിക്കും, പക്ഷെ അന്ന് ഉണ്ടാക്കിയതാ. പക്ഷെ ആ ഒരു ബോണ്ട് ഇപ്പോഴും, അതായത് പലരും പല സ്ഥലങ്ങളിലേക്കായി. ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞു. ഇവിടെ കല്യാണം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങള് കല്യാണം കഴിഞ്ഞു. ഞാൻ എറണാകുളം സെറ്റിൽഡ് ആയി. പിന്നെ 3 പേരും 3 രീതിയിലാണെങ്കിലും ആ ഒരു ബോണ്ട് ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ഇതൊന്നും പറയാത്തായിരുന്നു. ഒരാള് പറയുന്നുണ്ടല്ലോ. ഞങ്ങൾ ഇൻവെർട്ടറാ. ഓക്കെ, അപ്പം ഇതൊക്കെ ഞാൻ ഇപ്പൊ എന്തിനാ അവിടെ പറയണേ? അല്ല, അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. അപ്പൊ എന്താന്ന് വെച്ചാല്, അപ്പൊ ആച്ചി അങ്ങനെ ആച്ചിക്ക് ഒരു ബിസിനസ് ഉണ്ട് ഓൺലൈൻ. എന്താണ് ബി ഷീ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ സ്റ്റോർ. ഫുൾ ഓർണമെന്റ്സ് ആണ്. അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള ഓർണമെന്റ്സും, പിന്നെ നമുക്ക് കോളേജ് സ്റ്റുഡൻസിനൊക്കെ ഇട്ട് പോകാൻ പറ്റുന്ന, സിമ്പിൾ ആയിട്ട് കോളേജിലേക്ക് ഇട്ട് പോകാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ജ്വല്ലേഴ്സ് ഒക്കെ ആയിട്ട് ഒരു ഓൺലൈൻ സ്റ്റോർ ഉണ്ട്. ഒരുപാട് നല്ല കളക്ഷൻ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ബിഷി ആണല്ലേ? ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ നോക്കിയാൽ മതി ബിഷി എന്നുള്ളത്. അതിനകത്ത് ഒരുപാട് നല്ല കളക്ഷൻ ഉണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്ക് കയറി നോക്കിയാൽ മനസ്സിലാവും. ഓൺലൈൻ എന്താ പറയുക, ട്രഡീഷണൽ ആയിട്ടും അല്ലാതെ ഈ കോളേജ് സ്റ്റുഡൻസിന് പറ്റുന്നതായിട്ടുള്ള ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ നോക്കി നോക്കൂ. അപ്പം ഞാൻ ഇത് ഒരു 2 മണിക്കൂർ വരെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ച് നോക്കത്ത് വേണം അത് കഴിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ കൊച്ചിനൊന്ന് ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഓക്കെ, ബൈ ഗൈസ്. ഉണ്ണിയപ്പം പൊന്നു അല്ല, കൊച്ചിയില് നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബട്ടർ ടെൻഡർ കോക്കനട്ട് ഡേറ്റ്സ് ഇതിന്റെ ഷമാമും അന്നെ വരണമെന്നുണ്ട്. ഒന്ന് എന്റെ അല്ലട്ടൊന്നും ഉണ്ണിയുടെ ഇതെന്താണ്? അബൂദ. നമ്മളെ കയ്യിലെന്താണ്? ഒന്നുമില്ല. എന്റെ ബട്ടൂരിയുടെ യെസ്, നമ്മുടെ ബ്രൗണി സെറ്റായി. 2 മണിക്കൂറല്ല, അതിന് കൂടുതൽ സമയം നമ്മൾ എടുത്തു. ഞാൻ നട്ട്സ് ഉള്ള പീസ് എടുക്കട്ടെ. സെന്റർ എന്നൊക്കെ കൊച്ചിനെ കൊതിപ്പിക്കുന്നു. വേണോ? അടിപൊളി. കഴിക്കുന്നുണ്ടെങ്കിൽ കഴിക്കാൻ ഞാൻ ഒരു കഷ്ണം കൂടെ എടുക്കട്ടെ. ഇത് ഈ സൈഡിലുള്ളത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതെന്റെ. എടുത്തോ മുത്തേ? ഇഷ്ടപ്പെട്ടോ ശരിക്കും? ശരിക്കും ഇഷ്ടപ്പെട്ടടാ. ഞാൻ വെറുതെ പറയണല്ലോ, അടിപൊളി. The way she is eating. അയ്യോ, എന്റെ ഡയറ്റ് കാര്യങ്ങള് ഒന്നുമില്ല. കോഴിക്കോട്, ഞാൻ ഒരു സത്യം പറയട്ടെ, എനിക്ക് കോഴിക്കോട് വന്നിട്ട് ഡയറ്റ് എടുക്കാൻ പറ്റുന്നില്ല. അതെന്താണാവോ, എനിക്ക് അറിഞ്ഞൂടാ. എന്റെ പ്രശ്നമാണ്, കോഴിക്കോടിന്റെ പ്രശ്നമല്ല.
പക്ഷെ കോഴിക്കോട് ഒരു പ്രത്യേകത ഉണ്ട്, ഇവിടുത്തെ കാറ്റിന് പോലും ഫുഡിന്റെ സ്മെല്ലാ, ഭയങ്കര ടെംപ്റ്റേഷനാ, നടക്കുന്നില്ല. ഞാൻ ഡയറ്റ് ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ വന്നപ്പോഴേ ഓരോരുത്തരും ഇന്നൊരു ദിവസല്ലേ ഡയറ്റ് വേണ്ട, നാളെ തൊട്ടെടുത്തോ. രണ്ടാമത്തെ ആളാ പറ്റുന്നില്ല, നല്ല ടേസ്റ്റ്, നിങ്ങക്ക് വേണമെങ്കിൽ വന്നോ. ഇത് പ്ലെയിൻ ബ്രൗണിയാ. അവരൊക്കെ കൊന്ന് കൊതി വിടുന്നുണ്ട്. വാ വാ വന്ന് ബ്രൗണി കഴിക്കുക വാ. ഒരു നെറ്റുള്ളത് കൊടുക്കണോ? ഇതിപ്പോ ഇങ്ങോട്ട് കിട്ടും. കിട്ടി. ബേക്ക് ലാബ് സൂപ്പർ ആട്ടാ, ഞാൻ വെറുതെ പറയുന്നല്ല, നിങ്ങൾ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കും. സൂപ്പർ നൈസ് ബ്രൗണി. ഓ ഇത് വീണ്ടും ടെംപ്റ്റേഷൻ. മൂന്നാമത്തെ പീസിന് ഞാന് എന്തോ ഒരു കഷ്ണം കൂടെ എടുത്തിട്ട് പോയല്ലോ അവള്. ഞാനേ 2 പീസ് എടുത്തപ്പോ എന്നെ വന്നിട്ട് എന്താണ് ഇങ്ങനെയൊക്കെ കഴിക്കണേന്നൊക്കെ. ഞാൻ കഴിച്ചു കഴിഞ്ഞാലും ഞാൻ തിരിച്ചവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ വർക്കൗട്ട് ചെയ്യും, ഡയറ്റ് എടുക്കും, ഞാൻ കുറയ്ക്കും. പക്ഷെ എനിക്ക് ഈ ബ്രൗണി അവിടെ കിട്ടില്ല, അതെനിക്ക് ഇവിടെ നിന്നല്ലേ കിട്ടുള്ളൂ. ഫഡ്ജിയാട്ടോ, കണ്ട ഉള്ളില് ഭയങ്കര ഫഡ്ജിയ. ഇപ്പൊ കൊറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ 3 പേരും കൂടെ ഇങ്ങനെ ഒരു, അല്ലെങ്കിൽ എന്തെങ്കിലും ഇവന്റ്സിനൊക്കെയാണ് അല്ലേ കൂടുന്നത്. പിന്നെ ഞാൻ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇവളും ഞാനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ആച്ചീനെ മിസ് ചെയ്തു. കുറെ നാളെന്ന് വെച്ചാൽ ഒരുപാടായിട്ടുണ്ടോ ഞങ്ങൾ 3 പേരും കൂടെ ഇങ്ങനെ ഒരു ഡേ സ്പെൻഡ് ചെയ്തിട്ട്. ഇത് എന്താ പറയാ, ശരിക്കും നമുക്ക് മെമ്മറബിൾ. അതെ നമുക്കൊരു റിലാക്സേഷൻ. വീണ്ടും ഞങ്ങൾ പഴയ കുട്ടികളൊക്കെ ആയ പോലെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ഇവരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്നെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നോടാ? ഉണ്ടായിരുന്നല്ലേ. ഇവരിടയ്ക്ക് കാണാറുണ്ട്, എന്നെ കാണാറുണ്ട്. ഇവര് രണ്ടുപേരും കോഴിക്കോടാണ്, ഞാൻ എറണാകുളത്തും. ഞാൻ മിസ് ചെയ്തിട്ട് ഇന്നലെ വരാൻ പറഞ്ഞതാ, വാവനെയൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഇന്ന് വന്നതാ. ഞാൻ ഇങ്ങോട്ട് വരേണ്ടി വന്നു. അവർക്ക് അത്ര എന്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടി പറ്റിയില്ല, ടീച്ചറാണ് അത്ര. അപ്പം ഇങ്ങനെയായിരുന്നു. ശരിക്കും ഇങ്ങനെയല്ല, ഇതിനപ്പുറം ഉണ്ട്. ഞങ്ങള് കുറെ നമ്മൾ എന്തൊക്കെ ചെയ്തു. നമ്മള് 3 പേരും കൂടെ ബെഡിൽ പോയി കുഞ്ഞാവനെ ഞാൻ കുഞ്ഞിന്റെ അച്ഛന്റെ കയ്യിൽ ഏൽപ്പിച്ച് ഞാൻ ഇവളും പഴയ കഥകളൊക്കെ അതെ വറക്കി ഞങ്ങൾ മുകളിൽ പോയിരുന്നു. പിന്നെ കുറെ പേരെ ഗോസിപ്സും കാര്യങ്ങളും. പക്ഷെ രസമായിരുന്നു. ഈ വീഡിയോയിൽ വരാത്ത കുറെ കാര്യങ്ങൾ ഞങ്ങളൊന്ന് ചെയ്തു, ഒരുമിച്ച് കുക്ക് ചെയ്തു. അത് വീഡിയോയിൽ വന്നിട്ടുണ്ട്. അതെ ജസ്റ്റ് അസ്. അപ്പം ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വേറൊരു ദിവസം കാണാം. Till then, bye. From Mad Angels.